ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പഴയതുപോലെ നല്ല എനർജി ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. കുറച്ചുകൂടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം തന്നെ അങ്ങ് മാറിക്കോളും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വാഹനത്തിൽ ഒരു കംപ്ലയിൻറ്റ് വന്നു എന്ന് സങ്കല്പിക്കുക. അതായത് എൻ്റെ വാഹനത്തിൽ ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വന്നു. ആ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ വാഹനത്തിൽ ഒരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത്, അതായത് ഏകദേശം സിമിലറായിട്ട് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഓയിൽ ബേണിങ്ങോ അല്ലെങ്കിൽ ഒരു സൗണ്ടോ കാര്യങ്ങളോ, ജസ്റ്റ് ഒരു സൗണ്ട് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട്. ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് ഞാൻ അവനോട് പറയുകയാണ്, എടാ സസ്പെൻഷൻ എൻഡ് പോയതാണ്, നീ ആ സസ്പെൻഷൻ എൻഡ് മാറിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. കാരണം എൻ്റെ വാഹനത്തിന് ഇങ്ങനെ ഒരു സൗണ്ട് വന്നപ്പോൾ സസ്പെൻഷൻ എൻഡ് മാറിയപ്പം പോയി. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു സ്വിഫ്റ്റാണ് സങ്കല്പിക്കുക, പക്ഷേ എൻ്റെ ഇരിക്കുന്ന ഒരു എസ്പ്രസ്സോയാണ്. അപ്പം ഈ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഹനമാണിത്. ഈ ഒരു വാഹനത്തിന് സസ്പെൻഷൻ എൻഡ് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് ആ വാഹനത്തിന് കിട്ടിയ കംപ്ലയിൻറ്റ് എന്നാണ് വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ സൗണ്ട് ഏകദേശം സിമിലറാണ്, ആ കിട്ടുന്ന അതേ സൗണ്ടാണ് എനിക്കും കിട്ടുന്നത്. ഇങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ഒരു വാഹനത്തിന് കിട്ടുന്ന കംപ്ലയിൻറ്റ് മറ്റേ വാഹനത്തിന് വെച്ച് വിലയിരുത്തരുത്. അത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു കാരണമാണ്. അപ്പോൾ ഞാനത് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, പലപ്പോഴും പലരും പല വീഡിയോസും കണ്ട്, ഇപ്പം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ കണ്ട്, ഇപ്പോൾ ഒരു എസ്പ്രസ്സോയുടെ വീഡിയോ ആണെങ്കിൽ ഓക്കെ, അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സിമിലർ കംപ്ലയിൻറ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പിക്കാം അത് ഇന്ന പ്രശ്നം തന്നെയായിരിക്കും. പക്ഷേ ഞാൻ സ്വിഫ്റ്റിന് ചെയ്യുന്ന ഒരു കംപ്ലയിൻറ്റ് വെച്ച്, അല്ലെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് സ്വിഫ്റ്റിന് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ആ കംപ്ലയിൻറ്റ് നിങ്ങളുടെ ഒരു എസ്പ്രസ്സോയ്ക്കോ അല്ലെങ്കിൽ ഒരു സെലീറിയോയ്ക്കോ ഉണ്ടാകണമെന്നില്ല. കാരണം ഇതിലെല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കംപ്ലയിൻറ്റ് വെച്ച് വേറൊരു കംപ്ലയിൻറ്റ് സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കരുത്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പനി പിടിച്ച ഒരാൾക്ക് ഒരു പനിയുടെ മരുന്ന് കൊടുത്തപ്പോൾ പനി മാറി, പക്ഷേ വേറൊരാൾക്ക് ഈ പനി വന്നിട്ട് പനിയുടെ മരുന്ന് കൊടുത്തിട്ട് ഏൽക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ പനി ആയിരിക്കത്തില്ല. അതാണ് അവിടെ വരുന്ന വിഷയം. നമുക്ക് പുറമേ കാണുന്ന പനി മാത്രമായിരിക്കും, അതായത് പുറമേ ഈ വാഹനത്തിൽ നിന്ന് വരുന്നൊരു സൗണ്ട് മാത്രമായിരിക്കും. ആ ഒരു സൗണ്ട് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതായത് കറക്റ്റായിട്ട് ഡയഗ്നോസ്റ്റിക് ചെയ്തതിന് ശേഷം മാത്രം എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതല്ലാതെ വേറൊരാൾ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു, അത് മാറിക്കഴിഞ്ഞാൽ ശരിയാകും. ചിലപ്പോൾ ഒരാൾ പറയാം ലോവറാം അങ്ങ് മാറിക്കോ ശരിയായിക്കോളും, പക്ഷേ കംപ്ലയിൻറ്റ് ലോവറാം ആയിരിക്കത്തില്ല, സ്റ്റഡായിരിക്കാം, സ്ട്രട്ടിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ കാശ് മുടക്കി ലോവറാം മാറിയതിന് ശേഷം പ്രശ്നം മാറുന്നില്ല. അതുകൊണ്ട് ആദ്യം പ്രോപ്പറായിട്ട് എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ള ഡയഗ്നോസ്റ്റിക് ചെയ്തിരിക്കണം. ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് റീപ്ലേസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. വെറുതെ വേസ്റ്റ് ഓഫ് മണി ഉണ്ടാകത്തില്ല. കാരണം പലപ്പോഴും നമ്മൾ കാശ് കൊണ്ട് കളയുന്നൊരു ഫീൽഡാണ് ഓട്ടോമൊബൈൽ ഫീൽഡ്. വേറൊന്നും കൊണ്ടല്ല, പലപ്പോഴും റെക്ടിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി ചില കംപ്ലയിൻറ്റ്സ് റെക്ടിഫൈ എടുക്കാൻ സമയമെടുക്കും. അന്നേരം എന്താണ്, നമുക്ക് തിരക്ക് കാരണം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങളും മാറുന്നതിനല്ലാതെ കംപ്ലയിൻറ്റ്സ് മാറാതെ വരുമ്പോൾ വെറുതെ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പോകുന്നത് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും വെറുതെ കാശ് കളയരുത്. കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം വാഹനത്തിൻ്റെ പ്രോബ്ലം തീർക്കേണ്ടതാണ്. അല്ലാതെ വെറുതെ വേറൊരാൾ പറയുന്ന കേട്ടുകൊണ്ടൊരു കാര്യം ചെയ്യാനും പോരുന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ.